അമ്മ പാസം, അപ്പ പാസം, തങ്കച്ചി പാസം, അങ്ങനെ പല രീതിയിലുള്ള പാസങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് സ്റ്റെപ്പ് മദർ, സ്റ്റെപ്പ് സിസ്റ്റർ അങ്ങനെ രണ്ട് പാസങ്ങൾ കാണുന്നത്. അത് തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ നടുപ്പിൻ നായകൻ സൂര്യ അണ്ണൻ വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന പടത്തിലൂടെ. തമിഴ്, തെലുങ്ക് എന്നീ രണ്ട് ലാംഗ്വേജിലായിട്ട് ഇറങ്ങുന്ന ഒരു സിനിമയാണ് വിശ്വനാഥ് ആൻഡ് സൺസ്. ഇന്ന് റിലീസായി. ഞാൻ കണ്ടിട്ട് ഇപ്പോൾ ഇവിടെ വന്ന് ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുകയാണ്. ഈ സിനിമേനെ മലയാളി റിവ്യൂവേഴ്സ് കൊല വിളിക്കാനായിട്ടുള്ള എല്ലാവിധ സാധ്യതയുണ്ട്. കാര്യം അതിനുള്ള ഒന്ന് രണ്ട് ചെറിയ വലിയ പരിപാടികൾ ഇതിനകത്ത് അവന്മാർ ചെയ്ത് വച്ചിട്ടുമുണ്ട്. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷേ ആ കൊലവിളികളിൽ നിങ്ങൾ പോയി വീഴാതിരിക്കുക. ഈ സിനിമയുടെ ഒരു സീൻ ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. അത് പറയാൻ നേരത്ത് ഞാനും കൊല വിളിക്കുവാണെന്ന് തോന്നരുത് കേട്ടോ. അതിനുശേഷം നമുക്ക് കറക്റ്റ് റിവ്യൂയിലേക്ക് പോവാം. ആ സീൻ ഇതാണ്. സൂര്യയുടെ സ്റ്റെപ്പ് മദർ, സൂര്യയുടെ അച്ഛൻ്റെ രണ്ടാമത്തെ ഭാര്യ, അവരുടെ അച്ഛനും അമ്മയിൽ നിന്ന് കുറേ നാളുകളായിട്ട് 30 വർഷമായിട്ട് വേർപെട്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം ഇവർ സൂര്യയുടെ അച്ഛനെ കല്യാണം കഴിച്ചു എന്നുള്ള കാരണമാണ്. അങ്ങനെ വേർപെട്ടിരിക്കുന്നവരെ ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇവർക്ക് അവരോട് ഭയങ്കര പാസമാണ്, അച്ഛനോടും അമ്മയോട്. അവർക്ക് ഭയങ്കര വെറുപ്പാണ്. പക്ഷേ ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ആ പ്രൊട്ടക്ഷൻ കാണിക്കാനായിട്ട് ഇതിനകത്തൊരു സീൻ എടുത്ത് വച്ചിട്ടുണ്ട്. സൂര്യ ഇവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ കാണിക്കുന്ന ഒരു ക്രിഞ്ച് അൾട്രാ പ്രോമാക്സ് കാട്ടവരാതം തൊലി ഉരിഞ്ഞു പോകും തിയേറ്ററിൽ ഇരുന്ന്. അമ്മാരി പരിപാടി ചെയ്ത് വച്ചേക്കണോണ്ട് തന്നെ ഇതിനെ നെഗറ്റീവായിട്ട് നല്ല രീതിയിൽ ഇവിടുത്തെ മലയാളി റിവ്യൂവേഴ്സ് എടുത്തിട്ട് ആഘോഷിക്കാനായിട്ടുള്ള എല്ലാവിധ സാധ്യതയും കാണുന്നുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ നെഗറ്റീവായിട്ട് ഈ സിനിമയെ ആഘോഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം ഈ സിനിമയിൽ അങ്ങനെ അൾട്രാ പ്രോമാക്സ് കാട്ടവരാതം എന്ന് തോന്നുന്ന തിയേറ്ററിക്കൽ മറ്റേ നമ്മുടെ സീരിയൽ സ്റ്റാഫ് ഇതിനകത്തുണ്ട്, ഒരുപാടുണ്ട്. പക്ഷേ ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ അന്ന് വിചാരിച്ചത് സൂര്യ അണ്ണൻ്റെ മറ്റൊരു വാരിസ്, വിജയ്ക്കൊരു വാരിസ് ഉണ്ടല്ലോ, ആ വാരിസ് ലെവലിൽ മെഗാ സീരിയലിൻ്റെ 2ാം പരമ്പര സൂര്യ അണ്ണൻ വിജയ് അണ്ണൻ പോയതുകൊണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു സംഭവം അല്ല ഇത്. ഇത് വളരെ ഡീസൻ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ അത്യാവശ്യം ഡീസൻ്റായിട്ട് എടുത്തു വച്ചേക്കുന്ന ഒരു വെൽ ഇമോഷണൽ ഫാമിലി ഡ്രാമ, അങ്ങനെ ഈ സിനിമേനെ വിളിക്കാം. ഇതിനകത്ത് സൂര്യ അണ്ണന് മേളിലും അല്ലെങ്കിൽ ഇതിനകത്തുള്ള മറ്റെല്ലാ ക്യാരക്ടേഴ്സിന് മേളിലും സ്കോർ ചെയ്തേക്കുന്നത് നമ്മുടെ മലയാളി കുട്ടി മമിത ബൈജു ആണ്. മമിത ബൈജു അഭിമാനം. കാര്യം പുള്ളിക്കാരത്തി സൗത്ത് ഇന്ത്യ മൊത്തം ഇങ്ങനെ നിറഞ്ഞു നിൽക്കും, അതിൽ ഒരു സംശയവും വേണ്ട. ഈ സിനിമയോടുകൂടി തമിഴ് തെലുങ്ക് ഓഡിയൻസിൻ്റെ ഇടയിൽ അടുത്ത ഒരു, ഓൾറെഡി അവരവിടെ ഒരു സെൻസേഷനാണ്, അവരുടെ ആ ഒരു സെൻസേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റാർഡം അടുത്ത ലെവലിലേക്ക് കയറാൻ പോവുകയാണ്. ഈ സിനിമ മൊത്തത്തിൽ പൊക്കിയെടുത്തേക്കുന്നത് മമിത ബൈജു ആണ്. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് പുള്ളിക്കാരത്തെയും രാധികയും. ഫസ്റ്റ് ഹാഫ് മൊത്തം കൊണ്ടുപോയി, സെക്കൻഡ് ഹാഫ് മമിതയാണ്. സൂര്യയ്ക്ക് റോൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യനെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സൂര്യ ഉണ്ടല്ലോ, ഏത് നമ്മുടെ കറുപ്പിനകത്ത് നമ്മുടെ ലാസ്റ്റ് കറുപ്പ് ചാമിയായിട്ട് ആടുന്ന സൂര്യ അല്ല, നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സൂര്യയുണ്ട്. ആ സൂര്യനെ നമുക്ക് ഇതിനകത്ത് നന്നായിട്ട് കാണാൻ പറ്റും. നമുക്ക് ഇങ്ങനെ ആസ്വദിച്ച് എൻജോയ് ചെയ്തിരിക്കാൻ പറ്റും. പുള്ളിയുടെ അഭിനയം ഒരുപാട് സീൻസിൽ എൻ്റെ തൊട്ടടുത്തിരുന്ന ഓഡിയൻസിനെയൊക്കെ ഞാൻ നോക്കി, അവരുടെ കണ്ണ് നിറയുന്നുണ്ട്, അവർ ചിരിക്കുന്നുണ്ട്. എനിക്കും ഇമോഷണലി നല്ല രീതിയിൽ ഫീലായിട്ടുള്ള സീൻസ് ഈ സിനിമയിൽ ഒരുപാട് ചിരിച്ച സീനുകളുണ്ട്. സോ പടം വർക്കായിട്ടുണ്ട്. നിങ്ങൾക്കും വർക്കാവും തിയേറ്ററിൽ പോയി കണ്ട. അല്ലെങ്കിൽ ചിലവന്മാരുടെ റിവ്യൂ കേട്ടിട്ട് ബുദ്ധിജീവി റിവ്യൂ ഈ പടത്തിന് ചെയ്യാൻ പറ്റിയല്ലേ. ഇത് ഒരു കോടീശ്വരൻ്റെ കഥയായിട്ടോ അല്ലെങ്കിൽ ഒരു കോടീശ്വരൻ്റെ മെഗാ സീരിയലായിട്ടോ അല്ലെങ്കിൽ കോടീശ്വരന്മാരുടെ മെഗാ സീരിയലായിട്ടോ ആ രീതിയിലൊക്കെ ഇതിനെ ചിത്രീകരിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെയൊന്നും ചിത്രീകരിച്ച് അങ്ങനെയൊന്നും ആ ഒരു മൈൻഡ് സെറ്റ് കാണേണ്ട ഒരു സിനിമയല്ല ഇത്. നമുക്കൊരു 3 മണിക്കൂർ പോയിരുന്ന് നമ്മൾ കൊടുക്കുന്ന കാശ് തിയേറ്ററിൽ ഇരുന്ന് എൻ്റർടൈൻ ചെയ്യുക, മുതലാക്കുക, അങ്ങനെ ഒരു പരിപാടി ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുന്ന ഏതൊരു ഓഡിയൻസിനും കിട്ടും. അവിടെ തമിഴ്നാട്ടിൽ പല സിനിമകളും തമിഴന്മാർ കൈവിട്ട നല്ല ഡീസൻറ്റ് സിനിമകൾ ഇവിടെ നമ്മൾ മലയാളി ഓഡിയൻസ് പൊക്കിയെടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ബ്ലാസ്റ്റ്, DC, ഈ അടുത്ത് വന്നതിൽ ഉദാഹരണമായിട്ടുള്ള 2 സിനിമകളാണ്. അങ്ങനെ വിശ്വനാഥ് ആൻഡ് സൺസ് തമിഴന്മാരും തെലുങ്കന്മാരും കൈവിടത്തില്ല, പക്ഷെ മലയാളികൾ കംപ്ലീറ്റ്ലി ചിലപ്പോൾ കൈവിട്ടെന്നിരിക്കും. പക്ഷേ കൈവിടരുത്, തിയേറ്ററിൽ പോയി കാണുക. നല്ല ഒരു എൻ്റർടൈൻമെൻറ്റ് നിങ്ങൾക്ക് ഈ സിനിമ തരും. അക്കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി തരാൻ നീ ആരാണല്ലേ. സത്യമായിട്ടും ഞാൻ ഗ്യാരണ്ടി. ഇപ്പം ബുക്ക് മൈ ഷോയിൽ ഹവർലി പ്രീ സെയിൽസ് 25,000 കൂടുതൽ ടിക്കറ്റ് മണിക്കൂറിൽ വിറ്റുപോയിക്കൊണ്ടിരിക്കുകയാണ്. അജിത്തിൻ്റെ ഗുഡ് ബാഡ് അഗ്ലി, പുള്ളിയുടെ കരിയർ ബെസ്റ്റിനെ പോലും സൂര്യ ഈ ഒരു ഫാമിലി സീരിയൽ പടം എന്ന് ആളുകൾ ഇനി കമ്പയർ ചെയ്യാൻ പോകുന്ന ഈ പടം വെച്ച് തൂക്കി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യ ഈസ് ബാക്ക് ഓൺ ട്രാക്ക് ആഫ്റ്റർ കറുപ്പ് നമുക്കറിയാം, പുള്ളിയുടെ വളരെ കാലത്തിന് ശേഷം ഫാൻസിന് തിയേറ്ററിക്കലി എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സിനിമയാണ്. എസ്പെഷ്യലി അതിനകത്ത് ഒരുപാട് തിയേറ്ററിക്കൽ മൊമെൻറ്റ്സ് ഉണ്ട്. പക്ഷേ ആ കറുപ്പിനേക്കാളും ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സൂര്യനെ, ഞാൻ അൾട്രാ പ്രോമാക്സ് വിജയ് ഫാനാണ്, ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സൂര്യനെ എനിക്ക് വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന് പറയുന്ന സിനിമയിൽ കാണാൻ പറ്റി. വളരെ ഡീസൻ്റായിട്ട് വെട്ടിപ്പായിട്ട് അങ്ങേര് ചെയ്തിട്ടുണ്ട്. സൂര്യ, മമിത, രാധിക, പിന്നെ നമ്മുടെ KGF പ്രധാനമന്ത്രി ഉണ്ടല്ലോ, അതാണ് സൂര്യയുടെ സ്റ്റെപ്പ് മദറായിട്ട് വരുന്ന ആ ലേഡി, പിന്നെ രവീണ താന്തോണു അങ്ങനെ എന്തോ അല്ലേ പേര്, അത് തന്നെ. പിന്നെ നമ്മുടെ ജയിലർ സിനിമയ്ക്കകത്ത് തമനയുടെ പുറകെ നടക്കുന്ന
സുനിലിനെ വെച്ച് പടം ചെയ്യുന്നൊരു ഡയറക്ടർ ഉണ്ടല്ലോ, ആ ഡയറക്ടറാണ് ഇതിനകത്ത് നമ്മുടെ സൂര്യയുടെ കസിനായിട്ട് വരുന്നത്. അപ്പോൾ ടോട്ടലി ഇവർ 5 പേർക്കാണ് കൂടുതൽ സ്ക്രീൻ ടൈം ഈ സിനിമയിലുള്ളത്. പിന്നെ കുട്ടി സൂര്യയുടെ കൊച്ചിൻ്റെ 3-4 സ്റ്റേജ് ഉണ്ട് വളർച്ച, പല പല ആളുകളാണ്, പല പല കുട്ടികളാണ്. അപ്പം അങ്ങനെ മൊത്തത്തിൽ ഇവരാണ് സ്ക്രീൻ ടൈം കൂടുതലുള്ളത്. നല്ലതായിട്ട് ഡീസൻ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കോമഡിയാണ് എനിക്ക് ഈ സിനിമയിൽ കൂടുതലായിട്ട് വർക്കായത്. അതെനിക്ക് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, എനിക്കത് ഭയങ്കരമായിട്ട് വർക്കായി. കോമഡി പ്ലസ് ഇതിനകത്ത് പല ഇമോഷണൽ സീൻസും നന്നായിട്ട് വർക്കായി. പിന്നെ ഇതിൻ്റെ ഒരു ബോക്സ് ഓഫീസ് പ്രഡിക്ഷനും കൂടി നടത്തിക്കൊണ്ട് നമുക്ക് നിർത്താം. സൂര്യയുടെ വളരെ നാളുകൾക്ക് ശേഷമുള്ളൊരു തിയേറ്ററിക്കൽ കംബാക്ക് ആയിരുന്നു കറുപ്പ്. ഒരുപാട് തിയേറ്ററിക്കലി വിസിൽ വർത്തി മൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്ന സിനിമ. ഫാൻസ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, ഫാമിലി ഓഡിയൻസ് എൻജോയ് ചെയ്തു. തമിഴ്നാട്ടിലൊരു വികാരമാണ് കറുപ്പസ്വാമി. നമുക്കറിയാം തമിഴ്നാട്ടിലെ പല നടന്മാരും പടങ്ങൾ ഇങ്ങനെ പൊട്ടി വരുമ്പോൾ ഏറ്റവും അവസാനം പോയി ആ വാളം കെട്ടിട്ട് അരിവാൾ അരിവാളല്ല, മറ്റേ കറുപ്പസ്വാമിയുടെ മറ്റേ വാളുണ്ടല്ലോ, അത് എടുത്തു വെച്ചൊരു വരവുണ്ട്. അത് പല നടന്മാരും പല സ്റ്റേജിലും ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ്. സൂര്യ അണ്ണനും അത് എടുത്തപ്പോഴത്തേക്കും തിയേറ്ററിൽ നിന്ന് കുലുങ്ങി വിറച്ച് ബോക്സ് ഓഫീസ് കിടുകിട വിറച്ചുപോയി. 300 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തു. ഇയർ ടോപ്പറായിട്ട് നിന്ന പടം ജനനായകൻ വരുന്നവരെ ഇയർ ടോപ്പറായിരുന്നു. ഇപ്പോൾ ജനനായകൻ അത് ബ്രേക്ക് ചെയ്തു. പക്ഷേ വിശ്വനാഥൻ്റെ സൺസ് വഴി സൂര്യയ്ക്ക് അത് തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സൂര്യയുടെ അടുത്ത പടം വെച്ച് ഉറപ്പായിട്ടും സൂര്യ ഒരു 100-400 കോടിക്ക് മുകളിൽ കയറും. പണ്ടത്തെ സൂര്യയല്ല, ഒരു കാലത്ത് രജനിക്ക് പോലും, കളിയാക്കി പറഞ്ഞല്ല, ഒരു കാലത്ത് രജനിക്ക് പോലും കോമ്പറ്റീഷൻ കൊടുത്ത ആ ഒരു സൂര്യയിലേക്കുള്ള തിരിച്ച് പോക്ക് കറുപ്പിൽ തുടങ്ങി. വിശ്വനാഥനിലൂടെ പുള്ളി അടുത്ത സ്റ്റെപ്പ് വെച്ച് അടുത്ത പടത്തിൽ പോയി നിൽക്കും. വിശ്വനാഥൻ്റെ സൺസ് 250 കോടിക്ക് അടുത്ത് ടോട്ടൽ വേൾഡ് വൈഡ് കളക്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. തെലുങ്ക് മാർക്കറ്റ് കുറച്ചുകൂടി കൂടുതലായിട്ട് വർക്ക് ആകണമെങ്കിൽ എവിടെ പോയി നിൽക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. കേരളത്തിൻ്റെ കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ബുദ്ധിജീവി ഓഡിയൻസ് സ്വന്തം സ്വഭാവം കാണിക്കും. സോ സിനിമ കണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. രണ്ടാണെങ്കിലും ടച്ച് മൈ ലൈഫ്.